ഞങ്ങള് ഉള്ളിലേക്ക് ഞങ്ങൾ പാക്ക് ചെയ്യണ ആളുകൾക്ക് കുറെ പേര് അത് അത്രക്കധികം ഓർഡറാണ് ഇത് വന്നിരിക്കുന്നത്. ഹാർഡ് കട്ടിങ് ഉണ്ട്, സോഫ്റ്റ് കട്ടിങ് ഉണ്ട്. അപ്പൊ ഹാർഡ് കടടൊക്കെ വെട്ടികളയാണതോ ഒരു ഒടുക്കത്തെ കനാട്ട ഈ സാധനത്തിന്. അയ്യോ അയ്യോ ചിരിക്കാ നമ്മളുള്ള കാര്യം കാണിക്കുന്നു, അതുകൊണ്ട് പഴി മുഴുവൻ കേൾക്കും. അതന്നെ ഞങ്ങൾ താഴ്ത്തുനിന്ന് പാട്ട് പാടാം. ശരി. ദും 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 ദുബിനാദം 16കാരൻ ജഗു മധുര 16കാരൻ. ഞാൻ എന്നെ കണ്ട എന്റെ അമ്മേ പൂർമ്പ് കടിച്ചു പരിപാടി തുടങ്ങി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളുടെ അങ്ങനെ എന്നിട്ട് ചേട്ടാ പറയാ, അതായത് ഞങ്ങള് ഉള്ളിലേക്ക് ഞങ്ങൾ പാക്ക് ചെയ്യണ ആളുകൾക്ക് കുറെ പേര് അതായത് അത്രക്കധികം ഓർഡറാണ് ഇത് വന്നിരിക്കുന്നത്. ഞങ്ങള് ഞാൻ ഇന്ന് കടയിൽ പോയിട്ട് ശരണ്യ നമ്മളുടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിലേക്കാണ് വാട്സപ്പിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നമ്പർ ദിവയില് വെച്ചേക്കണ ഫോണാണ്. അപ്പോൾ ആ ഫോണിൽ ശരണ്യാണ് ആദ്യത്തെ മെസ്സേജുകളൊക്കെ നോക്കി അവള് ഞാൻ പറഞ്ഞു വരുന്ന അഡ്രസ്സുകളൊക്കെ എഴുതി എടുത്തോളൂ, ഫോൺ നമ്പറും അവർക്ക് എത്ര ബോട്ടിൽ വേണമെന്നുള്ളതും ഒരു ബുക്കിൽ അവിടെ ഡയറി ഇരിക്കുന്നുണ്ട്, അതിൽ എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞ പോലെ അവളെ എഴുതി വെച്ചു. ഞാൻ പിന്നെ ഉച്ചയായിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറേ മെസ്സേജുകൾക്കൊക്കെ ഞാൻ വോയിസ് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വിളിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഞാൻ കുറച്ച് പേർക്കൊക്കെ മെസ്സേജിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വോയിസ് കോളുകൾ വാട്സപ്പിൽ വോയിസ് കോൾ വരുന്നതിനൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കടയിൽ നിന്ന് വന്നു, വിശപ്പിന് 2-3 റംബുട്ടാൻ മാത്രം കഴിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ് ഇവിടെ. ചേട്ടനാണെങ്കിൽ ഇവിടെ കുറച്ച് സമയം ഇത് പാക്ക് ചെയ്ത് വെച്ചു. ഒരു 10-20 ചില്ലറ ഞാൻ പാക്ക് ചെയ്തു. കണ്ട അതിങ്ങനെ പാക്ക് ചെയ്തു. ഇത് നല്ല നല്ല രസമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നണേ ഇതിങ്ങനെ ചെയ്യുമ്പോഴേ. ഇങ്ങനത്തെ ബബിൾ ഷീറ്റുകൾ ഉണ്ട്. ബബിൾ ഷീറ്റിൽ ആദ്യം ഇതിങ്ങനെ കവർ ചെയ്യും. കവർ ചെയ്ത ചേട്ടൻ പിന്നെ ഇതിങ്ങനെ കാരണം പാഴ്സൽ അയക്കുമ്പോ അവര് പെട്ടിയൊക്കെ യൂണിയൻകാരൊക്കെ എങ്ങനെയാവും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഈ സാധനല്ലേ ഇത് പൊട്ടിക്കുന്ന സാധനം അതുമല്ലാണ് അത് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ജഗുതൊക്കെ മുറിച്ചിട്ടു. വലിയ റോളാണിത്, വലിയ റോളാണ് കിട്ടിയത്. അപ്പൊ അത് മുറിച്ച് ജഗുട്ടു. പിന്നെ ഈ സാധനം കണ്ടത് ഇതൊരെണ്ണം വാങ്ങിച്ചു. ഞങ്ങള് ഇത് വാങ്ങിച്ചത് ഇങ്ങനത്തെ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ കണ്ട. ഇങ്ങനത്തെ കറക്റ്റ് വലിപ്പത്തിന് അനുസരിച്ചിട്ട് പിന്നെ ഇത് ചേട്ടൻ ദേ ഇങ്ങനെ കവർ ചെയ്ത് ഇതൊക്കെ ഒട്ടിച്ച് പിന്നെ ദേ 7 മണി വരയ്ക്കുള്ളവരുടെ എടുത്തിട്ടുള്ളൂ. കുറേ പേർക്ക് GPay ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ കറണ്ട് അക്കൗണ്ടിൻ്റെ അതിൻ്റെ GPay ശരിയായിട്ടില്ല, അതിൻ്റെ QR കോഡൊന്നും ശരിയായിട്ടില്ലേ. അപ്പോൾ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ GPay നമ്പറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ലിമിറ്റ് ഉണ്ട്, ഒരു ദിവസത്തിൽ ഇത്ര പേരുടെ വരാൻ പാടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോഴേ വന്നുകൊണ്ടിരിക്കണ മെസ്സേജ് മൊത്തം അങ്ങനെ GPay ചെയ്യാൻ പറ്റുന്നില്ല, ലിമിറ്റ് ക്രോസ് ചെയ്തു എന്നാണ് കാണിക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ 7 മണി വരയ്ക്കുള്ളവരുടെ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുത്ത് നിർത്തി. ഫോണും കൊണ്ട് ആ കടയിൽ വെച്ചില്ലേ, ഫോണും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇപ്പോൾ പൈസ അയച്ചിട്ടുള്ളവരുടെയൊക്കെ അഡ്രസ്സ് എഴുതി ഒട്ടിക്കലാണ് ഇനി അടുത്ത പരിപാടി. അതിനുള്ള ഷീറ്റ് എടുത്തിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇത് കണ്ട ഈ പെട്ടി കണ്ട ഇതൊക്കെ ഫ്രം അഡ്രസ്സ് ആണെങ്കിൽ ഞാൻ കടയിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുത്തു. ഫ്രം അഡ്രസ്സ് നമ്മുടെ ജ്യൂസ് വേൾഡിന്റെ ഫ്രം അല്ല വെക്കണ്ടേ, അത് കടയിൽ നിന്ന് എടുക്കാൻ മറന്നു. അവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ എടുത്തിങ്ങനെ സുഖമായിട്ട് ഒട്ടിക്കുക വേണ്ട. ഇതിന്റെ ഒട്ടിക്കുന്ന തന്നെയാണ് കേട്ടോ. ഇത് ഒട്ടിച്ചാൽ മതി, പക്ഷെ നമ്മൾ എഴുതണം. ഇത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ അത് ഇരുന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് എടുക്കരുത്. ഓരോരുത്തരും ഇരുന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്തെടുക്കാൻ ഇത്തിരി പണിയുണ്ട്. ഭേദം അപ്പൊ എഴുതാൻ ഈ സാധനം കണ്ട ഈ ബോക്സ് കണ്ട ഇതിലാണ് പാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. ഇത് ഇങ്ങനെയുണ്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെയുണ്ട് ഒരു ബോക്സ് ആക്കും. എനിക്കൊരു പരിചയമൊന്നുമില്ല, പക്ഷെ നമ്മള് ഇങ്ങനെയൊക്കെയല്ല പരിചയമാവാ. എന്നിട്ട് ഞങ്ങൾക്ക് എനിക്ക് പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മ വരാം. നമ്മൾ അച്ചാർ പാക്ക് ചെയ്ത് തുടങ്ങുന്നത് അല്ലേ ചേട്ടാ. പിന്നെ ഉണക്കമീൻ കച്ചവടത്തിന് ഉണക്കമീൻ ഇരുന്ന് തൂക്കം നോക്കി, ഞങ്ങൾ തൂക്കം നോക്കണ ത്രാസ് വാങ്ങിച്ചിട്ട് അതിൽ തൂക്കം നോക്കി ഇട്ടിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെ ഓരോ ബിസിനസ്സുകൾ ചെയ്ത് തുടങ്ങുമല്ലോ. പണ്ടൊക്കെ പൊട്ടി പൊളിഞ്ഞ് പളിസായത് ആ കാലം ഓർമ്മ. ഇത് നല്ല ത്രില്ലോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. സന്തോഷപൂർവ്വം ഒരു ത്രില്ലാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇത് ഇങ്ങനെ പിന്നെ ഈ സാധനം ഇതുകൊണ്ട് ഇങ്ങനെയായിട്ട് ചുറ്റും നല്ല ഇതിൽ നമ്മൾ ഒട്ടിക്കും കണ്ട. ഇങ്ങനെ ഒട്ടിച്ച് എല്ലാ സ്ഥലം കവർ ചെയ്യും. എല്ലാ സ്ഥലം കവർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലം കൂടെ തന്നെ കേട്ടോ. പരമാവധി ബലം. അയ്യോ എനിക്ക് പറയാം. എന്നിട്ട് ഒട്ടിച്ചിട്ട് ഈ സാധനം
ഇതോടെ മുറിച്ച്. അപ്പൊ ഇങ്ങനെയൊക്കെ വല്ലവരും പാക്കിംഗ് ഒക്കെ ചെയ്ത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവക സാധനങ്ങളൊക്കെ വേണ്ടി വരും. അല്ല ഇതിനിപ്പോ വലിയ പൈസ ഒന്നും ഇല്ല ഈ സാധനങ്ങൾക്കൊന്നും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇത് ഒട്ടിച്ചു കണ്ട ഒട്ടിച്ചു. ഇനി സാർ ഇത് അഡ്രസ്സ് എഴുതി, ഒരു അഡ്രസ്സ് എഴുതി, ഞാൻ അഡ്രസ്സ് ഒട്ടിക്കിട്ടെ. വേണ്ട, നീ ആയിത്തരുത്. ജഗുവിന് തരാം ഇഷ്ടം പോലെ ഉണ്ട്. അതിന് ഒരു ക്ഷാമമില്ല, നമുക്ക് നല്ല പോലെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ട അജുവിൻ്റെയും സരിതയുടെയും കയ്യൊപ്പ് പതിഞ്ഞ ഞങ്ങളുടെ കൈവിരലുകൾ ഇങ്ങനെ പതിഞ്ഞിട്ടുള്ള ഉള്ളിലേഹ്യങ്ങളാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി എത്താൻ പോണേ. അപ്പം നാളെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കും. സ്പീഡ് പോസ്റ്റായിട്ടാണ് ചെയ്യുക. മറ്റേ പ്രൊഫഷണൽ കൊറിയർ വഴിയൊക്കെ അയക്കുമ്പോഴേ കൊറിയർ ചാർജ് ഇത്ര തന്നെ വരും. പക്ഷേ അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരില്ല. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കൊറിയറിൻ്റെ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും. അവർ വിളിക്കുള്ളൂ വീട്ടിലേക്ക്. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയാകുമ്പോൾ അവർ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവന്നോളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം ഇനി ഞങ്ങളിത് പാക്ക് ചെയ്തിരിക്കട്ടെ കേട്ടാ. ഇതൊരു ഇപ്പം സമയം 8 മണിയായി. അപ്പോൾ ഒരു 10 ഉറക്കം വരണ വരെ ഇതും ചെയ്യാലോ. 10-25 ആയി ഇപ്പോൾ. അപ്പോൾ ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഓർഡർ വന്നിട്ടുള്ളത് കൊണ്ട് അടുത്ത ബാച്ച് നാളെ തന്നെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തരാം. ഡോക്ടർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തരാം. ഈ ബോട്ടിലിന് 500 ഗ്രാമിൻ്റെ ബോട്ടിലിന് 367 രൂപയാണ് വില. പാർസൽ ചാർജ് എക്സ്ട്രാ കേട്ടാ. ഒരു 6:30 സമയത്ത് അങ്ങോട്ട് ഒരു മെസ്സേജ് ഇട്ട് ഒരു ചേട്ടൻ പറഞ്ഞു, ആദ്യം ഓർഡർ വരുന്ന 200 പേർക്ക് കിട്ടുള്ളൂ, ഞാനിതിൽ എത്രാമത്തെയാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞേ, ചേട്ടന് ഭാഗ്യമുണ്ട്, ചേട്ടൻ 199ാമത്തെ ആളാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ റിപ്ലൈ കൊടുത്തത്. അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ ഉടനെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ. ഞങ്ങളുടെ ജോലി തുടരട്ടെ. അപ്പോൾ ഇന്നലെ നമ്മളെ ഉള്ളിലേക്ക് കുറേയൊക്കെ പാക്ക് ചെയ്ത് കുറേ പേർക്ക് അയച്ചു കൊടുത്തു. ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മുടെ സനീഷ് നമ്മുടെ ബെഞ്ച് നമ്മൾ അതിൻ്റെ മേശ നാശാക്കിയിട്ടിട്ട് കുറച്ച് ദിവസമായില്ലോ, അതിൻ്റെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര നാൾ വൈകിയേ കിട്ടണ്ടേ? വല്ല ദൈവങ്ങളെയും വിളിക്കണ കടപ്പ ദൈവങ്ങളാ അല്ലെങ്കിൽ അങ്ങനത്തെ ദൈവങ്ങളൊന്നും ഇവർക്കറിയില്ല, ചേട്ടനെല്ലാം അറിയുള്ളൂ. ഭയങ്കര റിസ്ക് പിടിച്ചൊരു സാധനം, അത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു സാധനം. അത് കറക്റ്റ് അളവിലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു പിഴവുണ്ടാവാൻ പാടില്ല എന്നുള്ള ലെവലിലാണ് സനീഷ് നിൽക്കുന്നത്. ചാർലി അവിടെ നിലവിളിക്കുന്നുണ്ട്. ഇപ്പുറത്തെ എന്തോ സംഭവിക്കുന്ന ആൾക്ക് മനസ്സിലായി. ആ ചേച്ചിമാര് പോയാ? അവര് പോയി. ഇപ്പന്നെ പോയി. ഇപ്പന്നെ നാളെ വരൂര്. പുല്ല് വലിക്കുന്നുണ്ട്, കളപ്പുല്ല്. പാവടന്മാരെ കഴിഞ്ഞിട്ടുള്ളോ, ഇനി ഇവിടെയൊക്കെ ഉണ്ട്. എന്താ പശ ഒട്ടിക്കാൻ പോകണേട്ടാ. അതിലേ ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണത്. സെക്കൻഡ് ഉള്ളിയാവും ഇത്, പെട്ടെന്ന് ജോയിന്റ് ആവൂലേ. നല്ല മഴ വരുന്നുണ്ട്, ഭയങ്കര മഴ വരുന്നുണ്ട്. ഒരു കൂട്ടർക്ക് നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വിളിക്കും എവിടെ ഉള്ളവരെ ഇതുണ്ടാവും. അല്ല, ചിലവർ ആ വീഡിയോ അന്ന് കണ്ടിണ്ടാവും, പക്ഷെ നമ്പർ സേവ് ചെയ്തിണ്ടാവില്ല. ഇപ്പഴ ആവശ്യം വരുമ്പോഴേ വീഡിയോ തപ്പി പിടിക്കാൻ നിക്കണ്ടേ. ഇങ്ങനെയല്ലേ ഒരു വെട്ടു ഇത്രക്ക് വേണ്ടല്ലോ. അതിന്റെ തുമ്പ് ഭാഗല്ലേ വെട്ടാ. അതാബദ്ധം പറ്റി. ഞാൻ നോക്കിയപ്പോഴുണ്ട്, യൂട്യൂബിൽ നോക്കിയപ്പോഴുണ്ട് 2 ടൈപ്പ് കട്ടിങ്, ഹാർഡ് കട്ടിങ് ഉണ്ട്, സോഫ്റ്റ് കട്ടിങ് ഉണ്ട്. അപ്പൊ നമ്മള് ഹാർഡ് കട്ടിങ് ചെയ്യുന്നവരുണ്ട് കുറെ പേര്. അന്നാ വീഡിയോ ഫുള്ള് കണ്ടില്ല ചേട്ടൻ. എന്നിട്ട് പ്രത്യേകം അവര് പറയണ്ടേ, ഈ ഹാർഡ് കട്ടിങ് നമ്മൾ ഒരിക്കലും ചെയ്യരുത് അല്ലേ, അങ്ങനെ ലാസ്റ്റ് പറയണില്ലേ. ഇത്തിരി വലിപ്പമാണല്ലേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇപ്പൊ കൂമ്പുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഒരാളെ എഴുതിയിട്ടുണ്ട്, എങ്ങനെ കട്ട് ചെയ്താലും ഈ സാധനം പൊടിച്ചു വരുന്നു. പക്ഷെ ഇനി അടുത്ത കൊല്ലം ഇനി ഉണ്ടാവോ? അത് തണലായിരുന്നു. അത് വരും, തണല് വരും. അന്ന് നല്ല തണലായിരുന്നു ഇവിടെ. ഞാൻ പിന്നെ ഇതിനൊരു ശ്വാസം കിട്ടി ഓട്ടം വെച്ചിട്ടാ. ഇതിന് ഈ മാംഗോസിന് വെയിൽ വേണ്ടേ? മാംഗോസിന് ഹാഫ് ഷെയ്ഡ്, അതന്നെ പകുതി ഷെയ്ഡ് വേണ്ട സാധന.
അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്റെ അടുത്ത് കൊണ്ട് നടാണ്ടിരിക്കുക, തൊട്ടടുത്ത് കൊണ്ട് നടും ചെയ്തിട്ട് വെട്ടിക്കളയും ശ്വാസം കിട്ടാനാന്ന്. ഇതൊന്നും നമുക്കറിയുന്ന കൃഷി രീതികളല്ലല്ലോ. പിന്നെയാണ് മനസ്സിലായത് 20 അടി 20 അടി അകലത്തിൽ വെക്കണം. പറഞ്ഞ ആരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കൂല, തൊള്ളേ തോന്നിയ പോലെ ഒക്കെ ചെയ്തേക്ക്. പിന്നെയാണ് മനസ്സിലായത് 20 അടി അകലത്തിൽ ഈ വക സാധനങ്ങൾ വെക്കുന്നത് റംബൂട്ടാൻ. നമ്മൾ 20 അടി അകലത്തിൽ വെച്ചോണത് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ 20 അടി. ഇനി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഹാർഡ് പ്രൂണിങ് നടത്തി കഴിഞ്ഞു. എന്താ ഒക്കെ കൂമ്പെടുത്തുണ്ട് കേട്ടോ, എല്ലാം കൂമ്പെടുക്കുന്നുണ്ട്. നല്ല മണം ഇതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി പെയിൻ്റ് അടിക്കുന്ന മണം. വണ്ടി പെയിൻ്റ് അടിക്കുമ്പോൾ ഒരു മണം ഉണ്ടാവില്ലേ, മറ്റേ ഈ കുറച്ച് കളഞ്ഞിട്ട്. നല്ല ഇഷ്ടമാണ്. ആ ഇത് കൈമലായ പോവോ? കൈമയാക്കാണ്ട് നോക്കണം മോനെ. അവന്റെ കൈമ നിറച്ചതിന്റെ അവനത് പുല്ലുവലിയെന്ന് കയ്യൊറട്ടിട്ട് ചെയ്യുന്നത് സാധനം. എനിക്ക് എല്ലാ സ്ഥലത്തും ഇരിക്കാൻ പറ്റൂ. ചേട്ടനെല്ലാം വാങ്ങിച്ചായിരിക്കാൻ വേണ്ടിട്ട്. എനിക്കിത് വാങ്ങിക്കുമ്പോഴേ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, ഈ സാധനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നിന്നെ ഞാൻ പറഞ്ഞത് ചേട്ടന്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചതാ. വാങ്ങിച്ച അന്ന് തൊട്ട് ഇത് തുടങ്ങിയത് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കല്. ഒരു സ്ഥലത്ത് എന്തിന് ചെടികളെ പോലെ ഒരു സ്ഥലത്ത് നിന്ന് വളരാൻ ചേട്ടൻ അനുവദിക്കില്ല. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ഞാനേ നമ്മള് വീഡിയോ എടുക്കുന്ന കാരണം ആളുകൾ കാണുന്നു, എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ സാധനം. ഓരോരുത്തർക്ക് ഇപ്പൊ അങ്ങോട്ട് മാറ്റിയും പറിച്ചും നടന്ന ആളുകൾ തന്നെ കാണാൻ ഇഷ്ടം പോലെ. പക്ഷെ അതൊന്നും അവർ കാണിക്കുന്നില്ല എന്ന് മാത്രം. അവര് അത് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇത്രക്ക് ഇതായി എന്ന് പറഞ്ഞിട്ടാണ്ട് കാണിക്കും. അപ്പൊ വിചാരിക്കാം നല്ല ഡീസന്റ്, നമ്മളുള്ള കാര്യം കാണിക്കുന്നു, അതുകൊണ്ട് പഴി മുഴുവൻ കേൾക്കുന്നു. അതന്നെ അതാണിത്. അല്ലാണ്ട് ഞാൻ ഈ എല്ലാം കാണിക്കുന്ന കാരണേ നമുക്ക് പറ്റിയ പിഴവുകളും അല്ല ഞാൻ വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല. വേണ്ടായിരുന്നു വാങ്ങിച്ചു കഴിഞ്ഞ സാധനം അല്ല, നമുക്ക് തെറ്റ് പറ്റി നമ്മൾ സമ്മതിക്കണോണ്ട് എന്തിനോടൊപ്പം നമ്മൾ മഹാനാവുള്ളപ്പോ തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാ തെറ്റ് പറ്റി സമ്മതിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ആര് സമ്മതിക്കണു? ഞാൻ പറഞ്ഞത് ഈ സാധനം വാങ്ങിച്ചു, ഇത് ഇവിടെ ഇരിക്കാമല്ലോ വന്നിട്ട്. എനിക്ക് മാത്രമല്ല ഇരിക്കാനല്ല, നിനക്കും വന്നിട്ടിരിക്കാം, ആർക്കും വന്നിട്ടിരിക്കാം. ഇരിക്കാനാകെ 2 പേരും ഉണ്ട്. വീടിന്റെ ചുറ്റിരിക്കാനുള്ള സാധനങ്ങളുള്ളൂ. അപ്പൊ അതുമ്മലും ഇരിക്കാണ്ടായി, ആ ഊഞ്ഞാലുമ്മലും ഇരിക്കാറില്ല. ഒപ്പം തീരെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര കൊതുക. സെറ്റായി. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയാ. പാറ പോലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പിടിക്കുക. സരിതി മാത്രമേ വെറുതെ ഒന്ന് സപ്പോർട്ട് ചെയ്തോ. പിടിച്ചോ, വെറുതെ എല്ലാവരും കൂടി പിടിച്ചോ. പുളി ഉറുമുണ്ട് കേട്ടോ. ആ തല പിടിച്ചോ, ഞാൻ ഈ തല പിടിക്കാം. പൊങ്ങട്ടെ. ഇതൊരു ഒടുക്കത്തെ കനാട്ടെ ഈ സാധനത്തിന്. ഗാഡി അങ്ങോട്ട് പോണം, കൈ പോയാ ഇത്തിരി കൂടി പോണം. സെറ്റായി. ഇഡ്ലി വീണു ഇല്ലല്ലോ, അനങ്ങണ്ടല്ലോ. അയ്യോ അത് കാലാണ് അനങ്ങണത്. കാലാടുണ്ട്. കാലുമേക്ക് പശ കൊടുക്കേണ്ടി വരും. നീ എനക്കണ്ട നീ പശ കൊടുത്ത് പശ കൊടുത്ത് ഉറപ്പിക്കുക. അതേ ഭയങ്കര മഴ വരുന്നത്. ഇവരത് ഒട്ടിക്കൽ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ സാധനം ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടില്ലേ, ഇതിന് ഓട്ട കുത്തിയില്ല. ഇത് വെള്ളം കണ്ട, ഈ ടയറിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കുക. അപ്പോൾ ഇവിടെ 2-3 ഓട്ടകൾ കുത്തണം. അപ്പോൾ ഈ വെള്ളം ഇങ്ങോട്ട് പോവും കറക്റ്റായിട്ട്. അല്ലെങ്കിൽ എന്താ കൊതുകൾ വന്ന് മുട്ടയിടും. അതിപ്പോൾ ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ മഴ പെയ്തപ്പോൾ ഇങ്ങനെ. ഇന്ന് മഴ ദിവസം തന്നെയല്ലേ, കാലത്തൊട്ട് മഴ തന്നെയാ. പക്ഷെ ഇടയ്ക്ക് ഒരു വെയിൽ ഉദിക്കും, ഭയങ്കര ചൂടപ്പോ അല്ലേ. അത് ചൂടുണ്ടല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ നല്ല രസം. ലൈറ്റ് മോന്തമ്മ വെളിച്ചം കാണാനായിട്ട്. മഴ പെയ്തു. അങ്ങനെ നമ്മുടെ ഇമ്രാൻ, ചാർലി എന്തെന്ന് ഫുഡ് കഴിച്ചില്ലേ? അതേ അവരിത് ഫിറ്റ് ചെയ്ത് പോയിട്ടാ. അവരിത് ഫിറ്റ് ചെയ്ത് പോയി. മഴയും പെയ്തു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചരിത്ര സംഭവമായ നമ്മുടെ ഇവരൊക്കെ ഈ നമ്മുടെ അരുൺ ഗോക്കും ഇവരും
കെട്ടിയിട്ടുള്ള നമ്മുടെ റംബുട്ടാൻ്റെ വല അഴിക്കാൻ പോവാണ്. ഇതിന് ഞാൻ മറ്റോണം പ്രൂണിങ് നടത്തുന്നില്ല കേട്ടാ. ജഗു ഒരു കത്തിരി തോന്നേ, ഇത് റംബുട്ടാണ്ട് കുറച്ചിട്ടാ. ഇത് ഇമ്രാൻ. അപ്പോൾ നമ്മുടെ ഇത് ഒരു 10-25 റംബുട്ടാൻ കൂടി ഉണ്ടെന്നുകൊണ്ട് അവസാനത്തെ മിക്ക ദിവസവും പൊട്ടിക്കും. ഇത്തിരി പൊട്ടിക്കും, കിട്ടും. നമുക്ക് ഇത്തവണ ഇഷ്ടം പോലെ നമുക്ക് റംബുട്ടാൻ കിട്ടിയില്ല. അകത്ത് കാണാണ്ടായ ചേട്ടനെ നോക്കി ചേട്ടൻ ഇതിൻ്റെ ഉള്ളിൽ തലയിട്ട് നിൽക്കണ്ടോ. കത്തി വേടക്ക് മഴ വരുന്നതിന് മുമ്പ് എനിക്കിത് അഴിക്കണം, എനിക്കിത് പൊട്ടിക്കണം, പ്രൂണിങ് നടത്തണം. പ്രൂണിങ് സമാധാനമായിട്ട് ചെയ്യട്ടെ. മഴ പെയ്തോട്ടെ, കുഴപ്പമില്ല, നമുക്ക് മഴ. ഇന്നലെ സമാധാനമായിട്ട് ചെയ്തത്. എന്നിട്ട് ഉണ്ണിയപ്പത്തില് മറ്റേ സാധനം വീണല്ലോ, മറ്റേ നാളികേര കൊത്ത് അരക്കുന്നതല്ലോ ചേട്ടൻ ഇട്ടതല്ലേ. അതിന് പറഞ്ഞത് ഭയങ്കര സമാധാനമായിട്ട് ചെയ്ത. അതെ, ഊവാന്ന് ജഗ്ഗു സമാധാനമായിട്ട് ചെയ്തു. അത് ഭയങ്കര സമാധാനമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ. അയ്യോ ഇതൊരു ഉണങ്ങിയ സാധനം. അയ്യോ റംബുട്ടാൻ നാശം ചെയ്ത. അപ്പോൾ നമ്മൾ വല അഴിക്കാൻ പോവാണ്. ഇവർക്ക് എണ്ണൊക്കെ പിടിച്ചിട്ടുണ്ട്. എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയില്ല. ചേട്ടൻ വലിച്ചു കഴിഞ്ഞാൽ കൊമ്പൊടിയോ? കൊമ്പൊന്നും ഒടിയില്ല. അല്ല എന്ത് പിന്നെ അല്ല, ഇപ്പൊ ശ്രദ്ധിച്ചാലും ചേട്ടത് മുഴുവൻ വെട്ടിക്കളയില്ലേ? ഇല്ല, ഇത്തവണ ഹാർഡ് പ്രൂണിങ് ഇല്ല. ഈ വല ഊരാനായിട്ടേ കാശ് എത്ര വരാന്ന് അറിയോ? ചേട്ടൻ ഒടിയണ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിനാണ് ഞാൻ പതുക്കിയാക്കാൻ പോണെന്ന് പറഞ്ഞില്ലേ. അതെ, ഈ റംബുട്ടാൻമ വലിയിടുന്നത് എത്ര പേര് കൂടിയിട്ടിരിക്കുന്ന വലിയിടാ. നമ്മള് വളരെ അത് അത്രയും വലിയ മരാ, ഇത് ചെറുതല്ലേ. എന്നാലും നമുക്ക് അത്യാവശ്യം റംബുട്ടാൻ കിട്ടിയിട്ടാ. അതെ ശരിയാ, ഇഷ്ടം പോലെ കിട്ടി നമുക്ക്. നമ്മള് തൃപ്തി ഇക്കൊല്ലം കിട്ടി. നല്ല ഭംഗിയുള്ള റംബുട്ടാൻ്റെ ഉണ്ട്. എത്ര ഉണ്ട് നോക്കാം. ചാർലി വാലേന്ന് മാറാ. ചാർലിയാ ചേട്ടൻ ചെമ്മീനിൽ അഭിനയിക്കാനായിട്ടേ പ്രോപ്പർട്ടിക്ക്. അല്ല ഇതല്ലല്ലോ, മറ്റേതല്ലേ എടുക്കണ റെഡ് വല. ഒരു മിനിറ്റ്, അതിന് മൂടിയ നീ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ജഗ്ഗു. എന്തിനാ വെട്ടണേന്ന് ചോദിച്ചില്ലേ നീ? ചാർലിന് മൂടിട്ടാ ചാർലി മത്സ്യകന്യകൻ. എവിടെയാ കളറുള്ള റംബുട്ടാൻ? അതെ, ഇവിടെ തന്നെ. എല്ലാതും പൊട്ടിക്കാൻ പോവല്ലേ? അതല്ല ചേട്ടൻ വലൂരിയെ കംപ്ലീറ്റ് പൊട്ടിക്കാൻ പോയി കഴിഞ്ഞു. അണ്ണാർക്കണ്ണന്മാരെ ഇതിമേ ഫൈറ്റുന്നുണ്ട്. ജഗുവിന് പൊട്ടിക്കാൻ പറ്റും, പൊട്ടിച്ചോ. അതെ, ഇതിപ്പോ ഉണ്ടായില്ലേ? ഇതിപ്പോ ഉണ്ടായി. ഇപ്പൊ ഇതിന്റെ തുമ്പത്ത് ഇങ്ങനെ ഉണ്ടായ ഒരു കൊല. അപ്പൊ ആ ഉണ്ടായ കൊലയുടെ അവിടെ നിന്ന് താഴത്തേക്ക് നീക്കിട്ട് ഇത് ഇത്ര നീക്കിട്ട് നമ്മൾ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് 3-4 ചില്ല വേറെ വരും. അപ്പൊ ആ ചില്ലേമലൊക്കെ അടുത്ത കൊല്ലം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുള്ള എല്ലാത്തിന്റെ തുമ്പ് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടായതിന്റെ 4 ഇരട്ടി അടുത്ത കൊല്ലം ഉണ്ടാവും. അങ്ങനെയാണ് വെട്ടേണ്ടത്. അതിന് പകരം വെട്ടിയേക്കണതാണ് ഈ കാണുന്നത്. സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത്. അല്ല അതിനല്ല ഞാൻ ചെയ്ത് തന്നെ. അല്ല ചേട്ടൻ ചെയ്ത് തന്നെയാണ് സോഫ്റ്റ്. അല്ല ഞാൻ ചെയ്ത്. അപ്പൊ ഹാർഡ് എന്നിട്ട് കടടക്കം വെട്ടിക്കളയണതോ? ഭയങ്കര ഇതിന്റെ റംബുട്ടാൻ. നോക്കിയേ, നോക്കിയാ എനിക്കിത് പറ്റില്ലത് ആക്കാൻ. അതിന്റെ തലം പിടിച്ചൊരു തിരിയിരിക്കേ. തിരിച്ചാലും പൊട്ടില്ല, ഞാനാക്കിയാലാവില്ല. ജഗു തിരിച്ചു കൊടുത്താറാ? കൊടുക്ക്. കൊടുത്തു. 3 അടിക്കും. പറക്കിയിരിക്കിട. നമ്മുടെ റംബുട്ടാൻ കൃഷി തവണ മോശമായില്ല. ഞാൻ പണ്ട് നമ്മള് നടുമ്പോ അയ്യോ ഒന്ന് ശ്രദ്ധിച്ചാക്ക്. എന്റെ കണ്ണി കൊള്ളൂറാ. എന്റെ ഇവിടെ പാട് വീണ് കാണിച്ചേ. അയ്യോ വടി കൊണ്ട് അടി ചിരിക്കവൻ. അതെ, റംബുട്ടാനല്ലേ, റംബുട്ടാനല്ല നമ്മൾക്ക് മൊത്തത്തിലൊരു ദുഷ്പേര് ഓടിപ്പോയി നിന്റെ കയ്യിൽ വടി കണ്ട കാരണം. നമ്മുടെ കയ്യിൽ ഒരു ദുഷ്പേരുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഞാൻ നട്ട് ചെടികൾ നട്ട് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് നട്ട് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഉണ്ടാവില്ല. വെറുതെ തമാശക്ക് പറയണല്ലേ. ഇഷ്ടം പോലെ ചേട്ടന് മാത്രം തമാശ പറയാൻ പാടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇടയ്ക്ക് തമാശ പറഞ്ഞൂടെ? അല്ല നിങ്ങള് ചേട്ടൻ എന്ത് പറഞ്ഞാലും അത് ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ. നീ കൊമ്പ് ചില്ലൊന്നും ഓടിക്കല്ലേട്ടാ. അതിന്റെ സാധാരണ നമ്മള് കർക്കിടക മാസല്ലേ, ആനയൂട്ട് നടക്കില്ലേ, കർക്കിടക 1-ാം തീയതി ആ സമയം റംബുട്ടാൻ ഇവിടുത്തെ കഴിയുക. അല്ല ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല, ആദ്യത്തെ പോലെ ഉണ്ടായി പോലെ. സരിത ഓർമ്മയില്ലേ? സരിതയ്ക്ക് ആനയൂട്ടിന് വന്നിട്ട് ഞാൻ റംബുട്ടാൻ പൊട്ടിച്ചത് ഓർമ്മയില്ലേ? ആദ്യമായിട്ട് നമ്മളത് പൊട്ടിച്ച് തിന്നത് കർക്കിടകത്ത്. നമ്മള് വടക്കുന്നാഥനില് പോയിട്ടില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ സരിത ഇതിനടിച്ച് പിടിച്ചേ, അങ്ങനെ ഉച്ചയായിരിക്കുന്നു.
ഇങ്ങട്ടാ ശരിയാണേ ഇവിടെ പിടിക്കാം. നല്ല കളർ, ഇത് ഭയങ്കര ടേസ്റ്റ്. ഈ റംബുട്ടാൻ നോക്കിയാ, ഈ റംബുട്ടാൻ കണ്ട, ഇതിനൊരു കിങ്, ഇതിന്റെ മുകളിൽ കിങ്ങും 91ഉം അല്ല 18ഉം ഒരുമിച്ച് കണ്ട കിങ് കണ്ട. ഇത് നല്ല ടേസ്റ്റാ കിങ്. ജഗ്ഗു നീ എന്തൊരു ചെയ്യണത്? ഭയങ്കര മതാ. കിങ്ങിന്റെ തലയിൽ ഒരു സാധനം ഉണ്ടാവും, ഒരു മുള പോലത്തെ ആണ്, ക്രൗൺ ഉണ്ടാവും, കിരീടം. ഞങ്ങളിത് കിങ് എന്ന് പറഞ്ഞറിയും, ചാലക്കുടിയില് പരിയാരത്ത് റംബുട്ടാന്റെ കേന്ദ്രമുള്ള സ്ഥലമില്ലേ, അവിടേക്ക് പോയി അവർ കിങ് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞത്. അടിപൊളി. ചാലേൻ്റെ ഉള്ളിൽ ചൊറിച്ചില് സുഖം ഉണ്ടാവും ചൊറിയണേന്. അല്ല, ഇതിനെ ഇങ്ങനെ പ്രൂണിങ് നടത്താ പറഞ്ഞ പോലെ. ചേട്ടൻ എത്തണോടത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് പറ്റില്ല, മുകളിലേക്ക് വല്ലാണ്ട് പോകാൻ പാടില്ല. അടുത്ത പോലെ വലിയേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞാലും അപ്പൊ നിങ്ങൾ പറയും ആ സമയത്ത് ഇത് പിന്നെ മഴക്കാലം ആയാലും പിന്നെ പുളിയും പതിയില്ലാന്ന് തോന്നുന്നത്. അങ്ങനെ ഇക്കൊല്ലത്തെ റംബുട്ടാൻ കൃഷി കഴിയുകയാണ് സുഹൃത്തുക്കളെ, കഴിയുകയാണ്. ഇതാട്ടാ ഇട്ടോ, അടിയിലേക്ക് ഇട്ടോ, ഒരുമിച്ച് പറക്കാം. എത്തില്ല, അത്രയ്ക്ക് എത്തില്ല, എത്തില്ലടാ. ട്രൈ ചെയ്ത് നോക്കുന്നതിൽ വിരോധമില്ല. ഇല്ല മോനെ, തോട്ടിയോ? മഴ തൂളിയാട്ടാ. മഴ തോടിയാലും കാര്യമില്ല. നീ അതഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിക്കാണ്ട് പറ്റില്ല. കഴിഞ്ഞു. ഞങ്ങൾ താഴത്തുനിന്ന് പാട്ട് പാടാം. ചേട്ടൻ പൊട്ടിച്ചോ? ദും 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 ദുബിനാദം. ആ പാട്ട് പാടാട്ടാ, മഴ പെയ്യാണെങ്കിൽ കേട്ടാ. ചിലത് സുഖമായിട്ട് ഇങ്ങോട്ട് പോരും, ചിലത് മറ്റേ ചിക്കൻ്റെ എല്ലുമെന്ന് ഇങ്ങനെ മാംസം അടിച്ചെടുക്കണ പോലെ കുറച്ച് സമയം പണിയെടുക്കണം കിട്ടണമെങ്കിൽ. എന്താണോ പലതും പലതരത്തിലായിരിക്കും. സരിത തവണ റംബുട്ടാൻ തോറ്റു. ഞാനാ? എപ്പോ? എന്താ നിനക്ക് അത്ര റംബുട്ടാൻ ഇഷ്ടം പോലെ കിട്ടിയില്ലേ? ഒരെണ്ണം വലയുടെ ഉള്ളിൽ ഒരെണ്ണം പുറത്താണല്ലോ. നമ്മുടെ രാസിലുലി പറഞ്ഞേ പ്രൂണിങ് ഹാർഡായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞു. അവരെ വീട്ടിൽ അവർ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ റംബുട്ടാനുള്ളതാണ്. അപ്പം എനിക്ക് ധൈര്യമായി. ഇതിനെ അങ്ങനെ വെട്ടാൻ പോവാണോ? ഇതിന് വെട്ടില്ലേ, ഇതിന് ആര് വെട്ടില്ലേ, ഒരിക്കലും വെട്ടില്ല. ഞാൻ അവിടെ നിന്നിട്ട് പൊട്ടിക്ക് ഇറങ്ങാം. റംബുട്ടാൻ ആരാണ്ട് പാർസൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. 1 കിലോന് 400 രൂപ. അയ്യോ, ഇങ്ങോട്ട് വരാൻ പറയായിരുന്നില്ലേ? ഇങ്ങോട്ട് എവിടുന്ന്? ഇങ്ങോട്ട് മീൻസ് നമ്മുടെ വീട്ടിലേക്കല്ല. ഇവിടെ ഇപ്പൊ നിറയെ എല്ലായിടത്തും ഉണ്ടല്ലോ, വില കുറവാണല്ലോ അല്ലേ? അല്ലേ, വില കുറവാണ് ഇപ്പൊ. 100-200 രൂപയ്ക്കുള്ള കിലോ. എന്തോരം കിട്ടിയ കിണ്ണം കിട്ടിയാ? കിണ്ണം നിറഞ്ഞു കവിഞ്ഞു. ഇതിപ്പോ റംബുട്ടാന്റെ എത്രാം ഘട്ട വിളവെടുപ്പ് എന്നാ പറയാ? കൊറേ. അയ്യോ, അല്ല തോട്ടി അവിടെ ഇരുന്നു. എന്തൊരു ചെയ്യാ? അവിടെ ഇരുന്നിട്ടില്ലേ, ചേട്ടന്റെ മേത്തൂടെ അങ്ങടെ അടിയിലിക്കാൻ വീണ്ടുണ്ട്. അപ്പൊ ഇനി തോട്ടി കെട്ടട്ടെ. ഇവിടെ നിന്നിട്ട് ഈ മാലേര കളി രണ്ടുപേരും അടിച്ചു മുറുക്കിയിരിക്കോട്ടെ. അടുത്തോല്ല ആവശ്യമുള്ളതാ. ഇതാവശ്യമില്ല, വേറെ വില വാങ്ങിക്കേണ്ടി വരും. എന്തിന്? നോക്കി റംബുട്ടാനിരിക്കണ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്, കൊതിയവാ. ഇല്ല വീടില്ല. ഇങ്ങനെ നമ്മുടെ റംബുട്ടാൻ വേണാറാ? നിധി പിന്നെ റംബുട്ടാൻ തന്നില്ല. മതി, വീടില്ല. എല്ലാം പൊട്ടിച്ചെടുത്ത് വെച്ചേക്കോ. ഞാൻ നടക്കണമാര് കൊടുക്കട്ടെ. വലിയില്ലാതെ തന്നെ ചാടും. എന്റെ മേത്തിക്ക് കോലോണ്ട് നമ്മൾ പൊട്ടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അണ്ണാറണ്ണന്മാരനല്ലേ തിന്നേ. അത് തോട്ടി കേട്ടെ. അല്ലെങ്കിൽ അടിച്ചാൽ മതിയില്ലത്. ഞാൻ തോട്ടിന്ന് കേട്ടാൻ പോണത്. ജഗുന് ഭയങ്കര ഇഷ്ടമുള്ള പണിയത്. കുഞ്ഞിതിലെ തൊട്ട് ഒരു വടിയും കൈപ്പിടിച്ച് നടക്കും. സകല മരങ്ങളുടെയും ചെടികളുടെയും ഇലകളും കായകളൊക്കെ തല്ലി കുടിക്കലാണ് അവന്റെ പണിയായിരുന്നത്, വിനോദം. ഓർമ്മയുണ്ടാ നിനക്ക് വല്ലതും? കണ്ട, ഒക്കെ തല്ലി കുടിക്കണ ഇലകളാണ് തല്ലി കുടിക്കണത്. ഇലകളാണ് തല്ലി കുടിക്കണത്. അത് പൊട്ടിക്കണം. അതെ, നാളെ ജഗുവിന്റെ പിറന്നാളാ. ജഗുവിന് 16 വയസ്സോ. ജൂൺ 30 ഈ വീഡിയോ ഇടുന്ന ദിവസം 16-കാരനാ ജഗു. മധുര 16-കാരൻ. ഞാൻ അടിക്കാം. ഇനി മുകളിലൊരു 10-30 കൂടി ഉണ്ട്. ചേട്ടാ അത് ഇളകണുണ്ട്, അത് ശരിക്കല്ലാട്ട് ഇരിക്കണേ. അതിനാണ് നീ അടിയില് വേണ്ടത്, നീ പിടിക്കാനായിട്ട്.
അവ അടി വീശുമ്പോ ചിലപ്പോ എത്തോളൂ. വീശില്ല, ഞാൻ ജഗുവിന്റെ പോലെ വിഡിത്തം ചെയ്യില്ല, ഞാൻ വീശില്ലേ സരിത. ആരാ പറഞ്ഞ പുളിയുറുമ്പില്ലെന്ന് സരിത? പുളിയുറുമ്പ് ഇല്ലാന്ന് ചേട്ടനല്ല പറഞ്ഞേ. കക്ഷത്തിൽ കയറിന്റെ ഉള്ളിലേക്ക്. മഴക്കാലായ കാരണം പുളിയുറുമ്പില്ലാന്ന് പറഞ്ഞു ചേട്ടൻ. പുളിയുറുമ്പുണ്ട്. അത് ചെറുനാരങ്ങാമലുള്ള അത് വന്ന് കേറി ഇതാവും. നിന്റെ നേരം തലയിലേക്ക് ഒരെണ്ണം വീണ്ട്. നിറം തലയിലേക്കല്ല, എന്റെ സൈഡിൽ ഇവിടെ വന്ന് വീണു. എന്റെ അമ്മേ, പുളിയുറുമ്പ് കടിച്ചു പരിപാടി തുടങ്ങി. അതെ, ഞാൻ പുളിയുറുമ്പിനെ പേടിക്കില്ല. മൂക്കിന്റെ ഉള്ളിൽ വരെ കയറിയുണ്ട് പുളിയുറുമ്പ്. മൂക്കിന്റെ ഉള്ളിൽ കയറിയാ? അയ്യോ, മഴയൊന്നും വരുന്നില്ല, മഴയൊക്കെ പോയി. മറ്റേ സമാധാനായിട്ട് ചെയ്താ മതി. ആകെ പുളിയുറുമ്പ അരച്ച് കളയാ പറ്റല്ലേ, നല്ല എണ്ണ മെഴുക്കാവും. ഈ ചെറുനാരങ്ങമെന്നാ ചേട്ടന്റെ മേത്തി കയറ ഒരു തുണ്ടങ്ങോട്ട് നീക്കിട്ടാ മതി. അതുമ്പോ മുട്ടി നിൽക്കുമ്പോഴാ മേല് കയറുന്നേ. റംബുട്ടാനും ഇല്ല ചേട്ടൻ, റംബുട്ടാനും ഒറ്റ പുളിയുറുമ്പ് പോലും ഇല്ല. അപ്പൊ ഒരു തുണ്ടങ്ങോട്ട് നീ നിക്ക്. ചെറുനാരങ്ങ മുട്ടി നിക്കല്ലേന്ന്. ഒരു റംബുട്ടാൻ തന്നെ കൊറോണ വീണെടുക്കണ്ട. ചേട്ടൻ പൊട്ടിച്ചോണ്ടിരിക്കല്ല, അപ്പൊ എന്റെ പുറത്ത് വീഴുമത് അറിഞ്ഞ ഒന്നും സംഭവിക്കില്ല നിനക്ക്. എന്നാലും വേദന എടുക്കും അടിച്ചു കൊള്ളുമ്പോ. എന്തുട്ടാന്ന് നോക്കരുത് തരുത രണ്ടെണ്ണം. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവനെ. രണ്ടിന് മൂടിയിട്ട് എന്തിട്ടുണ്ടാവും അതിന്റെ ഉള്ളില്? അവര് പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കോ? വെറുതെ തമാശക്ക്. ചേട്ടൻ അല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടേ എന്നെ കൊണ്ടുവരാൻ വരുമ്പോൾ അതും കൊണ്ട് വന്നു കടയിലേക്ക്. എന്നിട്ട് എനിക്ക് പിന്നെ എൻ്റെ ടേസ്റ്റ് അറിയണതാണല്ലോ. ശരണ്യയും ധന്യവും കഴിച്ചു. ശരണ്യ ഒരെണ്ണെടുത്ത് കടിച്ച് തിന്നണോട് കൂടി ചോദിച്ചത് അതിൻ്റെ റെസിപ്പിയാണ്. ചേട്ടൻ പറയാം എൻ്റെ വീഡിയോ വരുമ്പോൾ കണ്ടോട്ടാന്ന് പറഞ്ഞു. അവള് ജീവിതത്തിൽ കഴിച്ചില്ല ഇത്രയും ടേസ്റ്റ്. അവള് മൈദയും റവയും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. പിന്നെ എത്രയും കുറേ സമയം വെക്കും മാവ് ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് പോലും ഇത്ര സോഫ്റ്റ് ഇത്ര നല്ല ടേസ്റ്റിൽ കിട്ടാറില്ല എന്ന് പറഞ്ഞു. ഇത് ഉണ്ടാക്കി ആ മാവ് ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. വെക്കേ വേണ്ട, റെസ്റ്റ് ചെയ്യാൻ വെക്കേ വേണ്ട. പിന്നെ സോഡാപ്പൊടി അങ്ങനത്തെ ഒരു സാധനവും ചേർക്കണ്ട. വയറിന് കേടുള്ളൊരു സാധനമില്ല. ഇനി എവിടെയൊന്നും എനിക്ക് കാണുന്നില്ല. ഇന്നൊരു ഉന്നം വെച്ച് അലക്കി എടുത്താണ്. നീ എവിടെ തരുതാ? അവിടെ തന്നെ ആ കൊമ്പുണ്ട്. കഴിഞ്ഞാ? ആ കൊമ്പുണ്ട്. അതിന്റെ ഏറ്റവും മുകളിൽ കയറുന്ന കിട്ടും പൊട്ടിക്കാൻ. ജഗ്ഗുനെ കയറ്റിയാ മതി, അവൻ പൊട്ടിച്ചോളൂ. നീ എവിടെയാടാ ചേട്ടാ? ഇതൊരു സൗണ്ട് കേൾക്കണേ. പ്രത്യേക ക്ലിയർ ശബ്ദം. അതിന്റെ ഏറ്റവും മുകളിൽ കയറിക്കാൻ പറ്റുമോ? അതിനുള്ള ധൈര്യം ഉണ്ടാ? ലാഡറിന്റെ അത് നോക്കി പറ്റില്ല. വരട്ടെ, അഞ്ഞ് 2-3 അവിടെ എന്തൊട്ട് ഇത് എൻ്റെ വലിപ്പം കേട്ടാ. നല്ല വലിപ്പമുള്ള റംബൂട്ടാൻ. നല്ല ടേസ്റ്റ്. അത് കുറച്ചും കൂടി മുകളിലുണ്ടല്ലേ. കോണി എടുത്തോണ്ട് സരിതാ മറന്നേ ചേക്കു. കോണി വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞ് പൊളിഞ്ഞു വിടത്. സരിതാ ഈ കോണിയുടെ അടിയിൽ പിടിച്ച വെറുതെ. അല്ലെ ജഗ്ഗു പിടിച്ചാലും മതി, ആര് പിടിച്ചാലും മതി. പിടിക്കണ്ടേ? അയ്യോ തോടിയോ ചില്ല. ഇല്ല, ഇത് കഴിഞ്ഞിട്ടേ ഈ റംബൂട്ടാൻ പൊട്ടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് കിട്ടാണ്ടാകുമ്പോൾ ഇതുമേ എവിടെയെങ്കിലും കൊരനൊക്കെ നിൽക്കണ്ടാവും കേട്ടാ. ദൈവമേ, അതിനെ പൊട്ടിച്ചിട്ട് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം. അപ്പോൾ പച്ചയിലും കുഴപ്പമില്ല. റംബൂട്ടാൻ്റെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാനതല്ല ആലോചിക്കുന്നത്, ഇത് പ്രൂണിങ് എങ്ങനെ ഞാൻ നടത്തുന്നത്. ആളുകളുടെ കയ്യിലൊരു അരിവാട് തോട്ടിക്ക് ഉണ്ടാവും സരിത, അതുപോലെയാണ് ഇതിൻ്റെ പ്രൂണിങ്ങും പരിപാടിയൊക്കെ നടക്കുക. ഒരു 3 ഗണപതിക്ക് നിർത്തുന്ന പോലെ അണ്ണാർക്കണ്ണന്മാരൊക്കെ ഒരു 2-3 നിർത്താം. അവരും കഴിക്കും. അത് അവർ കഴിച്ചോട്ടെ, ഇനി മതി, എനിക്ക് വയ്യ. അങ്ങനെ കൊലത്തെ റംബൂട്ടാൻ വിളപ്പെടുപ്പ്. ഒക്കെ പറിക്കേ എന്തോരം ഉണ്ട് നോക്കാനാ. പറക്കി എടുക്കൂ കുട്ടി.
ചാർലി അല്ല നിനക്ക് ഇമ്രാൻ റംബുട്ടാൻ വേണം അത് തിന്നെ ഇമ്രാൻ തിന്നില്ല വെറുതെ വേണമെന്ന് ചോദിച്ചില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാ. അപ്പോൾ അങ്ങനത്തെ ഈ കൊല്ലത്തെ നമ്മുടെ റംബുട്ടാൻ വിളവെടുപ്പ് കഴിഞ്ഞു. നിന്റെ കടയ്ക്ക് മുഴുവൻ ഇഞ്ചി മുളച്ചിക്കണേ. അത് ഇഞ്ചിരി വിത്ത് കുറച്ചെണ്ണം അവിടെ വീണു ചെറുത്. അതും ഞാനരുത് അത് പൊളിഞ്ഞിട്ടുള്ളതാ. അപ്പോൾ അടിപൊളിയായി നമ്മുടെ റംബുട്ടാൻ വിളവെടുപ്പ്. ഇക്കൊല്ലത്തെ റംബുട്ടാൻ കൃഷി ഭയങ്കര രസകരമായിരുന്നു. ആദ്യത്തെ വിളവെടുപ്പും അവസാനത്തെ വിളവെടുപ്പും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതിന്റെ ഇടയിൽ കുറേ വിളവെടുപ്പുകൾ നടന്നു. ഒരു ദിവസത്തിൽ തന്നെ 3-4 ട്രിപ്പ് പൊട്ടിക്കും. എന്തായാലും നന്നായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊല്ലത്തെ റംബുട്ടാൻ്റെ പരിപാടി. അതാണ് നല്ല ടേസ്റ്റുള്ള സാധനം ഇത് ഇന്നത്തെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.